കുറേ ചോദ്യങ്ങളും സംശയങ്ങളും എല്ലാ പ്രേക്ഷകർക്കും ഉണ്ട്. ആ ചോദ്യങ്ങളും സംശയങ്ങളും എന്താണെന്ന് നമ്മൾ ചോദിക്കാം. ഇതിനൊക്കെ മറുപടി പറയേണ്ടത് അഖിലാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ മേഘ ഒളിച്ചോടിയ CCTV എങ്ങനെ ചാനലിൽ വന്നു? അത് അഖിൽ കൊടുക്കാണ്ട് വരുമോ? അപ്പോൾ അഖിൽ ആ ഒളിച്ചോടുന്ന ആ വീഡിയോ പുറം ലോകത്തിനെ കാണിച്ചു കൊടുത്തത് അഖിലാണ്. എന്നിട്ട് അഖിൽ വന്ന് പറയണത് എന്താണ്? ഒരു വീഡിയോയിൽ അഖിൽ വന്ന് പറയണം, എൻ്റെ ഭാര്യയുടെ ഒളിച്ചോട്ടം വേണമെങ്കിൽ എനിക്ക് കണ്ടൻ്റ് ആക്കിയിട്ട് ലക്ഷക്കണക്കിന് വ്യൂസിനുണ്ടാക്കാം, പക്ഷെ ഞാൻ അതിന് നിൽക്കില്ല എന്ന് പറഞ്ഞു. അഖിൽ അതിലും വലിയൊരു കാര്യം ചെയ്തത്, ഈ ഇവിടെയുള്ള ഒളിച്ചോട്ടം തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, മറാഠി, ഗുജറാത്തി ഈ ഭാഷകളിലേക്കൊക്കെ എത്തി. ഒറ്റ ദിവസം കൊണ്ട്. നമ്മളവിടെ തന്നെ വരാൻ വൈകിയത് ഒരു ദിവസം മുമ്പേ ഇതൊക്കെ അവിടെ ഇറങ്ങി. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഓരോരുത്തർ CCTV ദർശനം മറ്റുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചത്. അപ്പോൾ ഇത്രയും വേഗം ഈ CCTV ഇത്രയും ആൾക്കാർക്ക് എല്ലാവർക്കും ഒരു കൗതുകം തോന്നിയത് ആ ഓട്ടാണ്. അത് ശരിക്കും എത്തിക്കേണ്ടടുത്ത് എത്തിച്ചു. അപ്പോൾ പിന്നെ ആൾക്കാരെ അന്വേഷിക്കില്ല എന്താണെന്നുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോ പാൻ ഇന്ത്യൻ വീഡിയോ ആക്കി മാറ്റിയത് അഖിലിൻ്റെ ബുദ്ധിയാണെന്നാണ് ഇപ്പോൾ ചില കമൻറ്റുള്ള ആൾക്കാരും പറഞ്ഞു, ചില ആൾക്കാരും പറയണതിൻ്റെ ഉദ്ദേശം അതാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അഖിലിൻ്റെ ചാനൽ വളർത്തണം, ലക്ഷങ്ങൾ കിട്ടുന്നത് ഇനി പല മടങ്ങ് ലക്ഷങ്ങൾ കിട്ടണം. അതിന് കേരളത്തിൽ മാത്രം വീഡിയോ കണ്ടാൽ പോരാ, തമിഴ്നാട്ടിൽ കാണണം, കന്നഡത്തിൽ കാണണം, തെലുങ്കിൽ കാണണം, ഹിന്ദിയിൽ കാണണം, ഇതൊക്കെ കാണണം. അതൊക്കെ കാണണമെങ്കിൽ ഈ ഒരു വീഡിയോ വെച്ചിട്ട് ഒരു പാൻ ഇന്ത്യൻ സിനിമ പോലെ പ്ലേ ചെയ്തത് അഖിലിൻ്റെ കുറുക്കൻ്റെ ബുദ്ധിയാണെന്നാണ് ചിലർ പറയണത്. ഇത് എത്ര സത്യം ഉണ്ടെന്നുള്ളത് നമുക്കറിയില്ല. ആൾക്കാർ ഊഹിച്ച് പറയണതാണോ എന്നും നമുക്കറിയില്ല. നമ്മളിത് നമ്മുടെ കമൻറ്റ് ബോക്സിലും പല സ്ഥലങ്ങളിലും അതുപോലെ തന്നെ നാട്ടുകാരും ഒക്കെ പറയണത് കേട്ട് നമ്മൾ അതിനെക്കുറിച്ചുള്ളൊരു ആലോചിക്കുമ്പോൾ അതിൽ ചെറിയ യുക്തിയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ പറയണത്. ആ യുക്തി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പോയ മേഘയെ നാണം കെടുത്തി, അതേപോലെ തന്നെ അനൂപിന് നാണം കെടുത്തി. അതുപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ മൊത്തം അവർ രണ്ടുപേരെ കുറ്റം പറയണത്. നമ്മുടെ അഖിലാണെന്നുണ്ടെങ്കിൽ പുണ്യാളൻ രൂപ കൂട്ടി വയ്ക്കണം. ഇപ്പോൾ ഈ ഒരു വീഡിയോ പുറത്ത് വിട്ടില്ലെങ്കിൽ, ഈ ഒളിച്ചോടുന്ന ആ CCTV ദൃശ്യം പുറത്ത് വിട്ടില്ലെങ്കിൽ ഈ ഒരു വിഷയം ഇത്രയും വഷളാവില്ലായിരുന്നു. അത് കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു വിഷയമായി മാറിയത്. ഇതിപ്പോൾ കേരളത്തിനും കൂടി നാണക്കടാ. ഇത്രയും വലിയൊരു സെലിബ്രിറ്റി ഉള്ള ഒരാളുടെ ഭാര്യ ഉറക്കി കെടുത്തിയിട്ട് ഒളിച്ചോടുന്ന സീനിങ്ങനെ എടുത്തിട്ട് ഓരോരുത്തർക്ക് ഓരോ ഭാഷകളിൽ വരുമ്പോൾ നമ്മുടെ നാടിന് നാണക്കട അത്. അതുകൊണ്ടാണ് പറയണത്. അപ്പോൾ ഭാര്യ ഒളിച്ചോടി ആകെ 4 ദിവസം കഴിഞ്ഞുള്ളൂ മൂപ്പര് പുതിയ വീഡിയോ ഇറക്കിയിരുന്നു. എന്തുകൊണ്ടാണ്? മുത്തി ചാവാൻ കാത്തിരിക്കുന്ന പോലെയാണ് കട്ടിൽ സ്വന്താക്കാനായിട്ട്. അതേപോലെയാണ് ഇപ്പോൾ നമുക്കിത് തോന്നുന്നത്. ആ പാവം കിടാവ് ഓടുന്ന് ഒളിച്ചോടി പോയിട്ട് അവിടെ ഒരു കുടുംബജീവിതം തുടങ്ങിയിട്ടില്ല. അപ്പോഴേക്കും മൂപ്പര് പുതിയ വീഡിയോ ഇറക്കി. സോഷ്യൽ മീഡിയയിൽ മൂപ്പര് ആക്റ്റീവായി. ക്യാമറമാൻമാർ വന്നു, കൂട്ടുകാർ വന്നു. മൂപ്പര് അടിപൊളിയാണ്. ഇനി എന്താ വെച്ചാൽ എത്രയും പെട്ടെന്ന് വീഡിയോ ഇട്ടാലാണ് ബഹുഭാഷാ വീഡിയോ ആയിട്ട് മാറും. അത് അഖിലിൻ്റെ ഒരു വീഡിയോ നോക്കിയപ്പോൾ നമ്മുടെ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ മുഴുവൻ കാത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ അഖിലിൻ്റെ ബുദ്ധിയാണെന്നാണ് പലരും പറയുന്നത്. ഏക്കർമാരും പറയുന്നത് അത് തന്നെയാണ്. അല്ലെങ്കിൽ ഇത്രയും വലിയൊരു സംഭവം ഇത്രയും ഒരു പൂച്ചക്കുട്ടി പോലും അറിഞ്ഞേനില്ല. അങ്ങനെ ചെയ്യേണ്ട ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു ദിവസത്തെ ഒരു നമ്മുടെ കേരളത്തിലുണ്ടാവുന്ന ഒരു ദിവസത്തെ ഇമ്പാക്റ്റ് മാത്രമേ ആ ഈ ഒരു വാർത്തയ്ക്കുള്ളൂ. ആ വാർത്തേനെ ദേശീയവൽക്കരിച്ചു. എന്നിട്ട് മുഖ്യധാര ചാനലിൽ വരെ ഇത് വന്നു. അതേപോലെ തന്നെ മറ്റുള്ള ലാംഗ്വേജിലും ഇപ്പോഴും അവിടെ വന്നുകൊണ്ടിരിക്കുക. കുറച്ച് വീഡിയോ ഞാൻ വേണമെങ്കിൽ വെച്ചുതരാം അവിടുത്തെ. അപ്പോൾ ഇതിൻ്റെ ഒക്കെ സൂത്രധാരൻ കുറുക്കനും നമ്മുടെ അഖിലാണെന്നാണ് നാട്ടുകാർ പറയണതും മൂപ്പർക്ക് കുറേ ശത്രുക്കളുണ്ട് അവർ പറയണതും കമൻറ്റ് ഇടുന്ന ആൾക്കാരും പറയണതും. ഇതിൽ എത്രത്തോളം സത്യം ഉണ്ടെന്നുള്ളതൊക്കെ ഇനി വരും ദിവസങ്ങളിൽ അറിയുള്ളൂ. ഇതിപ്പോൾ നമ്മൾ ഇത് ചെയ്യാൻ കാരണം വെച്ചാൽ ഇത് നമ്മൾ അറിഞ്ഞിട്ട് 2 ദിവസമായി. പക്ഷേ ഇന്ന് അഖിലിൻ്റെ പുതിയ വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്. ആ വീഡിയോ ഇറങ്ങിയപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണോ അല്ലേ എന്നൊരു സംശയം നമുക്ക് വന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യങ്ങൾ ചോദിച്ചത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ സത്യമാണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ഇടാം. ചിലപ്പോൾ ഇവൻ നിരപരാധി ആയിരിക്കാം,
ചിലപ്പോൾ ഇവൻ തന്നെ ആയിരിക്കാം ഇത് ബഹുഭാഷ സിനിമയാക്കി മാറ്റിയത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് ഒരു കൗതുകമാണല്ലോ, ഒളിച്ചോടുന്നതല്ല കൗതുകം. ഈ ഒളിച്ചോടുന്ന ആ ഒരു CCTV ദൃശ്യം മാത്രമാണ് ഈ വിഷയത്തെ ഇത്രയും പർവ്വതീകരിച്ചതിൻ്റെ കാരണം. അതാണ് ആ CCTV ദൃശ്യം നമ്മുടെ സേഫിൽ കസ്റ്റഡിയിൽ ഇരിക്കേണ്ടതാണ്. നമ്മൾ വീട്ടിൽ പരിശോധിച്ചു, അത് നമ്മുടെ കസ്റ്റഡിയിലിരിക്കണം. അത് ഈ യൂട്യൂബിലും ഫേസ്ബുക്കിലും അന്യരാജ്യത്തൊക്കെ വന്ന് പരക്കുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ കറുത്ത കൈയുണ്ട്. എന്തായാലും ആ CCTV നമ്മൾക്കെടുത്ത് നമ്മുടെ കയ്യിലില്ല, വേറെ ഒരു യൂട്യൂബർമാരുടെ കയ്യിലും ഇല്ല. അത് അവരുടെ കയ്യിലിരിക്കേണ്ട സേഫ് കസ്റ്റഡിയിലിരിക്കുന്ന സംഭവം അവർ ലീക്കാക്കി, അവർ തന്നെ ഇതിന് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി, വലിയൊരു വാർത്തയാക്കി മാറ്റി അവരുടെ ചാനലിനി ഇങ്ങോട്ട് പറക്കും. ലക്ഷങ്ങൾ സമ്പാദിച്ചോട്ടെ. അപ്പം അതിന് കുറ്റക്കാരൻ ഇപ്പോൾ ചാനലെല്ലാം പറയണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അഖില അവൻ പാവം മനുഷ്യൻ, അവൻ ഇനി ഇതിനേക്കാളും പാവം മനുഷ്യൻ ഇനി കേരളത്തിലുണ്ടോയെന്ന കാര്യം സംശയമാണ്. അവൻ സാധുവാണ്, ഉറങ്ങണ നേരത്ത് വായിലിട്ട കടിക്കാത്ത വ്യക്തിയാണെന്നൊക്കെ എല്ലാവരും പറഞ്ഞു. അങ്ങനെ തന്നെ ആയിക്കോട്ടെ, അത് തന്നെ നമുക്കും കിട്ടിയ റിപ്പോർട്ടൊക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷേ എന്നിരുന്നാലും ഈ ഒരു കാര്യത്തിൽ കൈ കഴുകാൻ പറ്റുമോ ഇല്ല എന്നുള്ളത് നമുക്കറിയില്ല. അത് പറയേണ്ടത് അവരെ നാട്ടുകാർ, അല്ലെങ്കിൽ കമൻ്റ് ഇടുന്നവർ, അല്ലെങ്കിൽ അതിനെപ്പറ്റി അറിയുന്ന ആൾക്കാർ. ഇത്രയും നമുക്കിതിൽ പറയാനുള്ളൂ. കുറച്ച് വീഡിയോ വെച്ച് തരാം, അതൊന്ന് കണ്ടോ. ബഹുഭാഷ സിനിമയാക്കി മാറ്റിയതാണ്, പാൻ ഇന്ത്യൻ പടാക്കി മാറ്റിയതിൻ്റെ ഒരു ക്രെഡിറ്റും കൂടി അഖിലുണ്ട്. ഞാൻ അന്വേഷിച്ചറിഞ്ഞതിൽ വളരെ പാവം കുട്ടിയാണ്. लेकिन बीवी ना मिले गद्दार। भाई केरला के इस इन्फ्लुएंसर की बीवी एक बस कंडक्टर के साथ भाग गई। इस इन्फ्लुएंसर का नाम अखिल NRD है और इसके ऑलमोस्ट 2 मिलियन फॉलोवर्स है। अखिल और मेघा की शादी हुई थी नवंबर 2024 में और इनको सब आइडियल कपल मानते थे। फिर एक दिन अचानक मेघा लापता हो जाती है और अखिल पुलिस में मिसिंग की कंप्लेंट डालता है और पुलिस इन्वेस्टिगेशन में CCTV पे दिखता है कि मेघा कुछ लगेज लेके जा रही होती है और सामने वो बस कंडक्टर आदमी होता है और एक कार होती है। तो मेघा कार में जाके बैठ के भाग जाती है। मतलब भाई बंदे के 2 मिलियन फॉलोवर्स होने के बाद भी बस कंडक्टर के साथ भाग गई। इसका मतलब समझ भैया आजकल की लड़कियों को चाहिए क्या। केरल का एक बहुत फेमस कंटेंट क्रिएटर है अखिल NRD, उसकी वाइफ मेघा नायर बस कंडक्टर के साथ भाग गई। या तो बोलते हैं लड़की को पैसा चाहिए, हस्बैंड के लुक्स चाहिए, फ्रीडम चाहिए, इस लड़की के पास सब कुछ था। अखिल एक फेमस यूट्यूबर है, यूट्यूबर्स के 5 मिलियन फॉलोअर्स है, इंस्टाग्राम पे 5 మిలియన్ సబ్స్క్రైబర్స్ ఉన్న యూట్యూబర్ వైఫ్ బస్ డ్రైవర్తో వెళ్ళిపోయింది. వినడానికి ఇది చాలా ఆశ్చర్యంగా అనిపించిన నిజం ఇది. 5 మిలియన్ సబ్స్క్రైబర్స్ అంటే సుమారు నెలకు 10 లక్షల ఆదాయం ఉంటుంది. మలయాళ యూట్యూబర్ అఖిల్, అతని భార్య మేఘా నాయర్ 2022లో లైక్ చేయను, ఎవ్వరికి DM పెట్టను అని పెళ్లి మండపంలో పెళ్ళానికి మాటిచ్చాడు. కానీ తీరా చూస్తే ఆమె అతని ప్రేమను వదిలేసి ఒక బస్ కండక్టర్ తో లేచిపోయింది. కేరళకి చెందిన ఫార్మర్ మర్చెంట్ నేవీ ఆఫీసర్, పాపులర్ కాంటెంట్ క్రియేటర్ అండ్ యాక్టర్ అఖిల్ NRD ఇంకా మేఘా నాయర్ ది ఒక పర్ఫెక్ట్ లవ్ మ్యారేజ్. నవంబర్ 2024 లో అయిన వీళ్ళ మలయాళ సోషల్ మీడియా ఇన్ఫ్లుయెన్సర్ అఖిల్ NRD భార్య మేఘాకు సంబంధించిన వ్యవహారం ప్రస్తుతం సోషల్ మీడియాలో వైరల్ గా మారింది. అఖిల్ NRD వెల్లడించిన వివరాల ప్రకారం తన భార్య మేఘా ఇంట్లో కనిపించకపోవడంతో ఇంటి పరిసరాల్లోని CCTV இவங்கள மாதிரி தான் லவ் பண்ணணும்னு இவங்களோட வீடியோஸ் பார்க்கும்போது தோணும். அகில் அண்ட் மேகா 2 வருஷத்துக்கு முன்னாடி லவ் பண்ணி கல்யாணம் பண்ணிக்கிறாங்க. இவங்க 2 பேருமே இன்ஸ்டாகிராம்ல ஃபேமஸான வைரல் கப்பிள்ஸ். இவங்களோட வீடியோஸ் பார்க்கும்போது இந்த மாதிரி அண்டர்ஸ்டாண்டிங் பார்ட்னர் கிடைச்சா நம்ம லைஃபும் ரொம்ப அழகா இருக்கும்ல அப்படின்னு சொல்லி எல்லாருமே யோசிப்பாங்க. இந்த கப்பிளோட வீடியோஸ் பார்க்கறதுக்கே மில்லியன் கணக்கான ஃபாலோவர்ஸ் இருக்காங்க. ஒரு நாள் அகில் தூங்கி எழுந்து பார்க்கும்போது அவரோட பக்கத்துல மேகா இல்ல. மேகா எங்க போனாங்க அப்படின்னு சொல்லி ரொம்ப பதறாரு. அவருக்கு ஒண்ணுமே புரியல. எல்லா இடத்துலயும் தேடுறாரு. கடைசியா போலீஸ் ஸ்டேஷன்ல போய் கம்ப்ளைண்ட் கொடுக்கறாரு. போலீஸ் கேஸ் ஃபைல் பண்ணி சர்ச் பண்ண ஆரம்பிக்கிறாங்க. அப்பதான் CCTV கேமரா எல்லாத்தையும் செக் பண்ணி பார்த்திருக்காங்க. CCTV-ய செக் பண்ணி பார்த்ததுக்கு அப்புறம் தான் தெரிஞ்சது அவரோட ஒரு நம்பிக்கையை உடைக்கிற மாதிரி ஒரு நைட் எது பேக் தூக்கிட்டு ஓடுற மாதிரி இருக்குல்ல. இந்த ஒரு சம்பவம் தான் இப்ப கேரளாவை ரொம்ப உலுக்கி இருக்கு. நிறைய பேர் சோசியல் மீடியாவை ஃபாலோ பண்ற நிறைய பேர் வந்து ரொம்ப சோகமா இருந்துட்டு இருக்காங்க. என்ன அப்படின்னா அதுல ஓடிட்டு இருக்கிற அந்த பெண் யாரு அப்படின்னு பாத்தீங்கன்னா மேகா, யாரோட மனைவி அப்படின்னு பாத்தீங்கன்னா அகில். இவங்க 2 பேருமே சோசியல் மீடியா இன்ஃபுளுசருங்க. இவங்க 2 பேரும் ஆக்சுவலா காதலிச்சுதான் திரும்ப. இந்த மாதிரி ட்ரூ லைஃப் இன்சிடென்ட்ஸ்க்கு மறக்க பிரணவுக்கு ஒரு ஃபாலோ பண்ணிக்கோங்க. இப்போ DMல வந்து கூட ப்ரோ அகில் ப்ரோ பத்தி பேசுங்கன்னாங்க. யார் அகில்? நம்ம வந்து இதுல இருக்காரு பாத்தீங்களா, இவர் தான் வந்து அகில், அது அவரோட ஒய்ஃப். ஆக்சுவலி என்ன ஆயிருக்குன்னா கேரளால இவங்க ஒய்ஃப் வந்து இவரை விட்டுட்டு வேற ஒருத்தன கூட ஓடி போயிட்டாங்க. ஆனா அவங்க காமிச்ச ஒரு ஃபேஸ் இன்ஸ்டாகிராம் ஆகட்டும், நிறைய வீடியோஸ்ல ஆகட்டும் ரொம்ப ஹாப்பியா இருக்கிற மாதிரி, சந்தோஷமா இருக்கிற மாதிரி போர்ட்ரேட் பண்ணிருக்காங்க. காயங்குளம் 14 ரூபா. மனைவி மேகா நாயர் சம்பந்தமான ஒரு விஷயம் தான் இப்ப சோசியல் மீடியால பரபரப்பா பேசப்பட்டுக்கிட்டு வருது. ஆக்சுவலா இன்ஸ்டாகிராம் மற்றும் யூடியூப்ல காமெடி என்டர்டைன்மெண்ட்ஸ் கண்டென்ட்ஸை ஷேர் பண்ணிக்கிட்டு வரது மூலமா பிரபலமானவர் தான் அகில் NRD. சொல்லப்போனா அகில் NRD சோசியல் மீடியாவில் கிடைச்ச பிரபலத்தை தொடர்ந்து சினிமாவிலையும் நடிக்க ஆரம்பிச்சிருக்காரு.
மேலும் இதுக்கிடையில